മാരുതി ജെനുവിൻ വരുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു കാരണവശാലും ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നില്ല. കാരണം നമസ്കാരം, ഞാൻ രാകേഷ് എം ജി. വാഹനത്തിൽ ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ചാണ് ഇന്ന് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് പലരും ചെയ്യുന്ന ഒരു തെറ്റാണ്, അല്ലെങ്കിൽ പലരും ചെയ്യുന്ന ഒരു നെഗറ്റീവ് സൈഡ് തന്നെയാണെന്ന് ഞാൻ പറയാം. അതായത് ക്യാമറ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ക്യാമറയുടെ റേറ്റ് തിരക്കും. ഓക്കെ, കുഴപ്പമില്ല, നല്ല റേറ്റ്, അതായത് റേറ്റ് കുറവിന് കിട്ടി, അങ്ങനെയാണെങ്കിൽ ആ ക്യാമറ ഫിറ്റ് ചെയ്യും. പക്ഷേ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരാ. ക്യാമറയുടെ റേറ്റ് നോക്കുന്ന കൂട്ടത്തിൽ തന്നെ ക്യാമറ വിസിബിലിറ്റി അതൊരു വലിയ കാര്യം തന്നെയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൽ ഇവിടെ താഴെ ഒരു ക്യാമറയുണ്ട്, മേളിൽ ഒരു ക്യാമറയുണ്ട്. ഏത് ക്യാമറയാണ് ശരിക്കും ഹെൽപ്ഫുൾ? ഈ രണ്ട് ക്യാമറ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇന്നിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എം ജി എക്സ്പ്ലോർ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ആദ്യം തന്നെ ഒന്ന് പറഞ്ഞു തരാം ഈ ഒരു ക്യാമറാസിൻ്റെ ഡിഫറൻസ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാരുതി ജെനുവിൻ വരുന്ന ഒരു ക്യാമറയാണ് നമ്മൾ ഈ താഴെ കാണുന്നത്. ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഒരു കാരണവശാലും ഒരു ബെനിഫിറ്റ് അതുകൊണ്ട് കിട്ടുന്നില്ല. കാരണം മാരുതിയുടെ ജെനുവിൻ ക്യാമറ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ ഒരു ടൈപ്പ് ക്യാമറ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ രാത്രി വിഷൻ എങ്ങനെയുണ്ടെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു ക്യാമറ വെക്കുന്നതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡും കൂടെ ഞാൻ നിങ്ങൾക്ക് എല്ലാം ഒന്ന് കാണിച്ചു തരാം. നെഗറ്റീവ് സൈഡ് എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും, 100% പറ്റും. കാരണം ഇതൊരു ഇൻബിൽറ്റ് സെറ്റാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ബമ്പറിൻ്റെ നീളം ഒരിക്കലും നമുക്കിവിടെ അറിയാൻ പറ്റത്തില്ല. അതായത് ബാക്ക് എത്ര പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. നമുക്ക് എത്ര പോകാൻ പറ്റുമെന്ന് ഒരു കൃത്യമായിട്ടൊരു കണക്കില്ല. ജസ്റ്റ് ഒരു വൈറ്റ് ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെന്നല്ലാതെ ഇത് എവിടം വരെ ചെല്ലുമെന്നുള്ളത് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കണം. അതേ സ്ഥാനത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ നിന്നും താഴോട്ട് ശരിക്കും ഒരു സ്വിഫ്റ്റിനൊക്കെ വരുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം സ്വിഫ്റ്റിന് ഇൻബിൽറ്റ് വരുന്ന അല്ലെങ്കിൽ ഡിസൈനർ ഇൻബിൽറ്റ് വരുന്ന ക്യാമറാസ് വരുന്ന പോർഷനാണ് ഞാൻ രണ്ടാമത് കാണിച്ചത്. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു DVRൻ്റെ ലൈനാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ വാഹനത്തിൽ ഇവിടെയാണ് ഒരു ക്യാമറ വരുന്നത്. ഞാനിപ്പം ഒരു ക്യാമറ ഇവിടെ അഡീഷണൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബമ്പറും കൂടെ കാണുന്ന രീതിക്കാണ് അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അങ്ങനെ ഫിക്സ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വാഹനത്തിൽ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമുക്ക് ബാക്കിലോട്ട് എത്ര പോകാനുണ്ടെന്നുള്ളത് വളരെ കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോയേക്കാം. ഞാൻ കാരണം ക്യാമറ ഫിറ്റ് ചെയ്യുന്ന ഒരുപാട് വീഡിയോ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഫിറ്റിങ്ങും കാര്യങ്ങളൊന്നും പെട്ടെന്ന് കാണിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കും. അങ്ങനെ നമ്മുടെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം. ഈ സൈഡിൽ തന്നെ ഇവിടെ താഴെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് കീ ഓൺ ചെയ്ത് എങ്ങനെയുണ്ട് ഇതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഞാൻ റിവേഴ്സ് ഗിയറിലാണ് ഇട്ടിരിക്കുന്നത്. കീ ഒന്ന് ഓൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ താഴെ കാണുന്ന ഈ ഒരു പോർഷനാണ് നമ്മുടെ ബമ്പർ. അപ്പോൾ ഏകദേശം നമുക്ക് ആ ബമ്പർ കാണുന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് റിവേഴ്സ് എടുക്കുന്ന സമയത്ത് ഞാനത് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ ഒന്ന് കാണിച്ചു തരാം. ഒന്ന് റിവേഴ്സ് എടുക്കുന്ന കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യം മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമുക്ക് ബാക്കിലത്തെ ആ കാറും ബൈക്കും കാണാം. ഞാനിപ്പോൾ ആ കാറിൻ്റെ അടുത്തോട്ടൊന്ന് പാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, നോക്കിക്കോണേ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് മനസ്സിലായി, കണ്ടോ? ഇത്രയും ഗ്യാപ്പ് ഇനിയും പോരും. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഞാൻ നിങ്ങൾക്കൊന്ന് വ്യക്തമായിട്ട് കാണിച്ചു തരാം. നോക്കിക്കോണം, കണ്ടോ? ഈ ഒരു ഗ്യാപ്പ് ഇനിയും പോരും. ഓക്കെ, ഇനിയും പോരും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇത്രയും ഗ്യാപ്പ് കൂടെ ഉണ്ട്. നമുക്ക് ഇത്രയും കൃത്യമായിട്ടുള്ള രീതിയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കും ബമ്പറും കൂടെ കാണുകയാണെങ്കിൽ. ഓക്കെ, കൊള്ളാം, സംഗതി കിട്ടുമല്ലേ? അപ്പോൾ ഇതുപോലെ നമ്മൾ റിവേഴ്സ് ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ ബമ്പറിൻ്റെ ഒരു പോർഷൻ കൂടെ നമുക്ക് കാണുമെങ്കിൽ വളരെ കൃത്യമായിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ സാധിക്കും.